പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുമോ? ഈ സംശയത്തിലാണോ നിങ്ങൾ? സംശയിക്കേണ്ട, തീർച്ചയായും പറ്റും. ജനഹിതം 24x7 സ്വാഗതം. നിങ്ങൾ സ്ഥിരമായി ഫേസ്ബുക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാലോ? ഒരു സൈഡ് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ മുഴുവൻ സമയ വരുമാന മാർഗമായിട്ടോ മാറ്റാൻ കഴിഞ്ഞാലോ? ഒരുപാട് പേർ വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് ഫേസ്ബുക്ക് വഴി കാശുണ്ടാക്കുന്നുണ്ട്. ഇതിന് വലിയ ടെക്നിക്കൽ പരിജ്ഞാനമൊന്നും വേണ്ട. ഇതിനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. 2025 ഫേസ്ബുക്കിന്റെ പുതുക്കിയ അൽഗോരിതം പ്രകാരം എങ്ങനെയൊക്കെയാണ് പണമുണ്ടാക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ വഴി വരുമാനം നേടാനാകും. മോണിറ്റൈസേഷൻ ഓൺ ചെയ്യുന്നത് വഴിയാണ് പണം ലഭിക്കുക. നിങ്ങൾ സ്വന്തമായി വീഡിയോകൾ ഉണ്ടാക്കുകയും നിങ്ങളുടെ പേജിന് നല്ല ഫോളോവേഴ്സ് ഉണ്ടാവുകയും വേണം. കുറഞ്ഞത് 10,000 ഫോളോവേഴ്സ് ഉണ്ടാകണം. അതുപോലെ ലാസ്റ്റ് 60 ദിവസത്തിനുള്ളിൽ 6 ലക്ഷം മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം. ഇത് റീലിനനുസരിച്ച് മാറുകയും ചെയ്യും. അതായത് അത്രയും സമയം ആളുകൾ നിങ്ങളുടെ കണ്ടന്റ് കാണാനായി ചെലവഴിക്കണം. ഇനി പണം ലഭിക്കാൻ ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം ആഡുകൾ ആവശ്യമാണ്. ഈ ഫേസ്ബുക്ക് വീഡിയോകളിൽ പരസ്യം ലോഡാകുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും. ഫാൻ സബ്സ്ക്രിപ്ഷൻസ് ആണ് ഫേസ്ബുക്കിൽ പണം നേടാനുള്ള മറ്റൊരു വഴി. നിങ്ങളുടെ ഫാൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഉണ്ടാക്കുക. അവർ പ്രതിമാസം ഒരു തുക നൽകി സബ്സ്ക്രൈബ് ചെയ്താൽ ആ പണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ടീച്ചേഴ്സിനും പ്രത്യേക ടാലന്റ് ഉള്ള ആളുകൾക്കുമൊക്കെ ഉപകാരപ്രദമാകുന്ന മാർഗമാണ്. സ്റ്റാർസ് വഴിയും ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കണ്ടെത്താനാകും. ലൈവ് വീഡിയോ ചെയ്യുന്നവർക്ക് വ്യൂവേഴ്സ് സ്റ്റാർ അയക്കുമ്പോൾ പണം കിട്ടും. ഇതും ഫോളോവേഴ്സിൽ നിന്ന് വരുമാനം നേടാനുള്ള എളുപ്പ വഴിയാണ്. ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വരുമാനം നേടാനുള്ള വഴിയും ഫേസ്ബുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ഉദാഹരണത്തിന് പാചകം, കുട്ടികളുടെ കാര്യങ്ങൾ, അടുത്തുള്ള കടകളിലെ ഓഫറുകൾ, കൃഷി തുടങ്ങി ഏത് വിഷയവും തിരഞ്ഞെടുക്കാം. ഈ ഗ്രൂപ്പുകൾ വഴി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ നല്ലൊരു തുക ഏൺ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് വഴി പ്രൊമോട്ട് ചെയ്യാം. ഓരോ വിൽപ്പനയിൽ നിന്നും നിങ്ങൾക്ക് കമ്മീഷൻ ഈടാക്കാവുന്നതാണ്. ഗ്രൂപ്പിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കുക എന്നതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആളുകൾ കൂടുന്നതനുസരിച്ച് സെയിൽ കൂടുകയും അതിലൂടെ വരുമാനമോ കമ്മീഷനോ വർദ്ധിക്കുകയും ചെയ്യും. പെയ്ഡ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും ഫേസ്ബുക്കിലൂടെ സാധിക്കും. ഒരു നിശ്ചിത ഫീസ് ഈടാക്കി പ്രൈവറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. കോച്ചിങ്, ട്രെയിനിങ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഇതിലൂടെ നടത്താം. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നതും ഫേസ്ബുക്ക് ബിസിനസ്സിന് നല്ലതാണ്. ഉൽപ്പന്ന ലിങ്കുകൾ ഷെയർ ചെയ്യുക എന്നതാണ് ബേസിക്കായി അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ പറയുന്നത്. പല കമ്പനികളുമായി ചേർന്ന് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ പ്രൊഫൈലിലോ പേജിലോ ഗ്രൂപ്പിലോ ഷെയർ ചെയ്യുക. ആ ലിങ്കിലൂടെ ആളുകൾ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. മറ്റൊരു വരുമാന സ്രോതസ്സാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഇടമാണിത്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങളുടെ പഴയതും പുതിയതുമായ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ലിസ്റ്റ് ചെയ്യാം. അടുത്തുള്ള ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇതെത്തും. ഡ്രോപ്പ് ഷിപ്പിംഗ് വഴിയും അല്ലെങ്കിൽ മിനി സ്റ്റോറുകൾ വഴിയും പണം ഉണ്ടാക്കാം. മാർക്കറ്റ് പ്ലേസിൽ ഒരു ചെറിയ ഓൺലൈൻ ഷോപ്പ് തുടങ്ങുക. ഓൺലൈനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവിടെ വിൽക്കുക. ഫിസിക്കലായി കച്ചവടം നടത്തുമ്പോൾ ആവശ്യമായി വരുന്ന വാടക മുതലുള്ള പല ചെലവുകളും ഒഴിവാക്കി ഇത്തരത്തിൽ ബിസിനസ് ചെയ്യാം. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ എന്നിവ വഴിയും നല്ല വരുമാനം നേടാൻ സാധിക്കും. മറ്റുള്ളവരുടെ പേജുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ബിസിനസ്സുകാർക്കും അവരുടെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യാൻ ആളുകളെ ആവശ്യമുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജുകൾ മാനേജ് ചെയ്യുക എന്നതിനൊപ്പം പരസ്യം ചെയ്യാനുള്ള സഹായം, കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സഹായം എന്നിവയൊക്കെ നൽകാം. ഇതിനൊക്കെ ചേർത്ത് ഒരു തുകയോ അല്ലെങ്കിൽ ഓരോ സെക്ഷനും വ്യത്യസ്ത റേറ്റുകളോ ഫിക്സ് ചെയ്യാവുന്നതാണ്. നന്നായി SEO ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ അറിയുന്നവർക്ക് ഈ ഏരിയ നന്നായി ഗുണം ചെയ്യും. ഫ്രീലാൻസിംഗ് വഴിയും ഫേസ്ബുക്കിൽ നിന്ന് പണം ഉണ്ടാക്കാം. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ച് നിങ്ങളുടെ കഴിവുകൾ പ്രൊമോട്ട് ചെയ്യുക. എഴുത്ത്, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, ട്യൂഷൻ എന്നിങ്ങനെ ഏത് ടാലന്റും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. ഫേസ്ബുക്ക് ആഡ്സ് ആൻഡ് പ്രൊമോഷൻസ് കൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതും നല്ലതാണ്. ഫേസ്ബുക്കിൽ പരസ്യം നൽകി കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു കടയോ ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങളോ ഉണ്ടെങ്കിൽ ഇത് വളരെ മികച്ച മാർഗമാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് മറ്റൊരു രീതി. നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് പല ഉൽപ്പന്നങ്ങളും പ്രൊമോട്ട് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടാം. നിലവിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇക്കാര്യം ചെയ്യുന്നുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം നേടാൻ ഒരുപാട് വഴികൾ മുന്നിലുണ്ട്. കഴിവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. വിജയം ഒറ്റ രാത്രി കൊണ്ട് വരില്ല എന്നോർക്കുക. പക്ഷെ സ്ഥിരതയും സത്യസന്ധമായ പരിശ്രമവും പഠനവും ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഫേസ്ബുക്കിൽ നിന്ന് പണം ഉണ്ടാക്കാനുള്ള ബേസിക് ഐഡിയകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഗൈഡൻസ് ആവശ്യമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾക്കുള്ള മറുപടിയുമായി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.